എന്താ ഗോവിന്ദേട്ടാ ഇത്? എന്താ ഇപ്പൊ ചെയ്യാൻ പോയത്? ചോദിച്ച കേട്ടില്ലേ? മോളെ അത് പിന്നെ ഞാൻ സത്യം പറ ഗോവിന്ദേട്ടാ, ഈ ഉപ്പ് എന്തിനാ ഇതിലിടാൻ പോയത്? അല്ലെങ്കിൽ വേണ്ട സേതുവേട്ടനെ വിളിക്കാം. സേതുവേട്ടാ. അയ്യോ വേണ്ട മോളെ ഒരിക്കലത്തേക്ക് എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്ത് അബദ്ധം? ഇത് അബദ്ധമൊന്നുമല്ല, മനഃപൂർവ്വം തന്നെ ചെയ്യാൻ നോക്കിയതാ. ഗോവിന്ദേട്ടൻ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. ഇനി പറ, വല്യച്ഛൻ എന്താ പറഞ്ഞത്? നാളത്തെ അന്നദാനത്തോടുകൂടി സേതുവിന്റെ കാറ്ററിംഗ് സ്വപ്നം ഇല്ലാതാക്കണമെന്ന്. മുതലാളിയെ ചതിച്ചിട്ടാണ് സേതു ഈ ഓർഡർ പിടിച്ചതെന്ന്. എനിക്ക് സ്ഥിരമായി ജോലി തരാമെന്ന് മുതലാളി പറഞ്ഞു. മാസങ്ങളായിട്ട് ഒരു പണിയില്ലാതെ കഴിയാണ് മോളെ. അതുകൊണ്ട് ഇത്രയ്ക്ക് നീചമായ ഒരു പ്രവൃത്തി തന്നെ ചെയ്യാമെന്ന് വെച്ചല്ലേ? നിങ്ങളൊക്കെ ശരിക്കും മനുഷ്യർ തന്നെയാണോ? അതും ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട ആഹാരത്തിന് മേൽ ഇങ്ങനെ കാണിക്കാൻ. ഇവിടെ ഇപ്പൊ ഞാൻ കാണിക്കേണ്ട എന്താണെന്നറിയോ? ഗോവിന്ദേട്ടനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പക്ഷേ നാളത്തെ അന്നദാനത്തിനൊരു ഭംഗം വരാൻ പാടില്ല. അതുകൊണ്ടാ ദേവി തന്നെ എന്നെ ഇതിപ്പോ കാണിച്ചു തന്നത്. സേതുവേട്ടൻ എങ്ങാനിത് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇവിടെ നടക്കുന്ന വേറെ ആയിരിക്കും. സ്വന്തം അനുജന്റെ മക്കളോടാണ് ഈ ക്രൂരത വല്യച്ഛൻ കാണിക്കുന്നതെന്ന് കൂടി ഗോവിന്ദേട്ടൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ വല്യച്ഛൻ നിങ്ങളെ പറഞ്ഞയച്ചതല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു സ്നേഹം? എന്നോട് പൊറുക്കു മോളെ. സേതു മുതലാളി ചതിച്ചാണ് ഈ ഓർഡർ പിടിച്ചതെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. ഒരിക്കലത്തേക്ക് മാപ്പാക്കണം. ഗോവിന്ദേട്ടാ, വല്യച്ഛനോട് സേതുവേട്ടൻ ഇപ്പോഴും സ്നേഹമേ ഉള്ളൂ. ഒരിക്കലും സേതുവേട്ടൻ തട്ടിയെടുത്തതല്ല ഈ ഓർഡർ. അവര് സ്വയം കൊണ്ടുവന്നതാ ഇത്. പിന്നെ വല്യച്ഛന് ദേഷ്യം സേതുവേട്ടനോടല്ല, എന്നോടാ. അതിന്റെ കണക്ക് ഞാൻ തീർത്തോളാം. തൽക്കാലം ഞാനിത് ഇവിടെ വിടുക. ഇല്ലെങ്കിൽ പിന്നെ ഒന്നും എന്റെ കയ്യിൽ നിൽക്കില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി മോളെ. ഒരു നിമിഷത്തെ ദുരാഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. മോൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. ഈശ്വരനാണ്, പൂങ്കുളം ദേവിയാണ്. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. ഇത് സത്യം. തെറ്റ് മനസ്സിലാക്കിയല്ലോ, അത് മതി. ഒരു കാര്യം കൂടി ഗോവിന്ദേട്ടൻ മനസ്സിലാക്കിക്കോ. ഗോവിന്ദേട്ടൻ തുടങ്ങിയ കാറ്ററിംഗ് ഇല്ലാതാക്കിയതിന് പിന്നിലും വല്യച്ഛൻ തന്നെ ആവും. കാരണം ഈ രംഗത്ത് മറ്റൊരാളെ വളർന്നു വരാൻ വല്യച്ഛൻ അനുവദിക്കില്ല. ഇനിയിപ്പോ വിളിക്കും എന്തായിന്നറിയാൻ. വിളിക്കട്ടെ മോളെ, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം.